തുടങ്ങാം അച്ഛാ, ക്ലാസ് തുടങ്ങാം. ഓക്കെ. ബഹുമാനപ്പെട്ട എബിയച്ചൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ പറയണം. ഒത്തിരി സന്തോഷമുണ്ട് എന്നെ ഈ ക്ലാസ്സിന് വിളിച്ചതിൽ. എബിയച്ചൻ എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് എന്നെ കണ്ടുപിടിച്ച് ഇതിലേക്ക് എത്തിച്ചതാണ്. നോ പറയാനായിട്ട് പറ്റാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പം ഈ ക്ലാസ് ഇട്ടപ്പോൾ ഓർക്കുന്നത്, കഴിഞ്ഞ വർഷം ഞാൻ വള്ളംകുളം പള്ളിയിലായിരുന്നു. അപ്പോൾ അവർ കുറേ നടന്ന് ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നിന്ന് ഒത്തിരി നല്ല മാർഗമൊക്കെ ഉള്ള ആളുകൾ ഇതൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം അവരത് അറിഞ്ഞാൽ വിഷയമാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിന് പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും 8, 9 ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെയുള്ള ഭാഗം വായിച്ചതിനകത്തുനിന്ന് നിങ്ങൾക്ക് എസ്തേറിൻ്റെ ഒരു ജീവിതാനുഭവം നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലോ. പക്ഷെ ക്ലാസ്സിന്റെ സമയം എത്ര മണിക്കാണ് നിർത്തേണ്ടതെന്ന് പറയാം. എത്ര? 1 hour അച്ഛാ ക്ലാസ്. 1 hour ആണ്. ഓക്കെ. ഞാൻ ആ ചാപ്റ്റർ ഒന്ന് എടുത്തോട്ടെ. എട്ടാമത്തെ അധ്യായത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആണെങ്കിലും ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രൂത്തിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവും, ഈ 2 പുസ്തകങ്ങളിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ വരിക. ഈ മർത്തോലി സമാജത്തിന്റെ ക്ലാസ്സിന് എടുക്കുമ്പം പരീക്ഷയുടെ കാര്യം പറയുമ്പം വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുക എന്നാണ് എന്നോട് പലരും പറയാറുള്ളത്. എനിക്കിപ്പോഴും അത് ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സംശയമാണ്, ഏതാണ് വരാൻ സാധ്യതയുള്ളത്. ഓരോ പ്രാവശ്യവും ചോദ്യം ഇടുന്ന ആളുകളുടെ മനോഭാവത്തിലാണ്. ഇന്ന് ഇങ്ങനൊരു ക്ലാസ്സിന്റെ പോസ്റ്റർ ഇട്ടപ്പം ഒരാൾ പേഴ്സണലി ഇട്ടു, എന്നുവെച്ചാൽ വരാൻ സാധ്യതയുള്ള ഒരു 10 ചോദ്യം പറഞ്ഞു തരണേ. ഈ ചോദ്യം ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റണമെന്ന രീതിയിലാണെങ്കിൽ പുസ്തകം 2ഉം വായിക്കണം. രൂത്തിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവും വായിക്കണം. അത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് വായിക്കാതെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളിലും എത്താൻ പറ്റുകയില്ല. രൂത്തിന്റെ പുസ്തകത്തിൽ 4 അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് അതേ ഒരു പ്ലോട്ടാണ് എസ്തേറിന്റെ പുസ്തകത്തിലും നമ്മൾ കാണുന്നത്. പക്ഷെ രൂത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ് എസ്തേർ. എസ്തേർ വളർത്തപ്പെടുന്ന സാഹചര്യം, ഇതിനകത്ത് ചില മോറൽ എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇത് ശരിയാണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും. പക്ഷെ ഇതൊരു ജൂവിഷ് ട്രഡീഷനിലുള്ള നമ്മളുടെ ഒരു പശ്ചാത്തലത്തിനേക്കാൾ വളരെ റിജിഡായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലെ ആളുകളുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു പുസ്തകമാണ്. സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കാണുകയും അത് അവരെങ്ങനെ അതിനെ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. എസ്തേർ അമ്മയും അപ്പനും ഇല്ലാതെ വളർത്തപ്പെടുന്ന ഒരാളാണ്. ആ രീതിയിലാണ് എസ്തേറിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിൽ. അങ്ങനെ ഒരാൾ മറ്റൊരാളുടെ സംരക്ഷണയിൽ വളരുന്നു. പിന്നീട് അവർ ഇപ്പോൾ ആയിരിക്കുന്നത് പേർഷ്യ എന്ന് പറയുന്ന രാജ്യത്താണ്. അത് യെരുശലേമിൽ നിന്ന്, അല്ലെ യഹൂദിയിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അവിടെ വളർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മൊർദെഖായിയാണ് അവരുടെ എല്ലാം. അപ്പോൾ മൊർദെഖായുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇവരുടെ ഈ കഥ പോകുന്നത്. മൊർദെഖായി ആണോ എസ്തേർ ആണോ ഇതിനകത്ത് പ്രധാന കഥാപാത്രം എന്ന് ചോദിച്ചാൽ എസ്തേർ ആണ് ഇതിനകത്തെ മുഴുവൻ ഹീറോ ആയിട്ട്, അല്ലെ ഹീറോയിനായിട്ട് നമ്മൾ ഇതിനകത്ത് പിക്ചറൈസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ മൊർദെഖായി ആണ് ഇതിൻ്റെ എല്ലാം പിന്തുണയും അവർക്ക് നൽകുന്നത്. അപ്പോൾ മൊർദെഖായും ഇവരും തമ്മിലുള്ള ഒരു നല്ല ബന്ധം അത് മൊർദെഖായി വളർത്തുന്നു, സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അതിനുശേഷം ഈ രാജ കൊട്ടാരത്തിൽ
ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കാനുള്ള സന്ദർഭം വരുമ്പോൾ അതിൻ്റെ ലിസ്റ്റിലുള്ള കൂട്ടത്തിൽ ഒരാളായിട്ട് മാറ്റപ്പെടുന്നു. അതൊരു ഇച്ചിരി മോറൽ എത്തിക്കൽ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദാറ്റ് വാസ് ദ കസ്റ്റം. അത് ആ രാജ്യത്തെ നിയമം അങ്ങനെയായിരുന്നു. ഈ സാഹചര്യത്തിൽ എസ്തർ എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു സ്ത്രീയാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന്, ആരുമില്ല നോക്കാൻ, ഒരാളുടെ സംരക്ഷണം വളരുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ. രണ്ട്, ഇപ്പോൾ രാജകൊട്ടാരത്തിലെ അന്തപുരത്തിലെ ഊഴം കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഇപ്പോൾ രണ്ട് രീതിയിലും വളരെ വൾണറബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരു സ്ത്രീ. അവരവരുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ് ഈ പുസ്തകം. പക്ഷെ അവരവരുടെ ജീവിതം മാറ്റിമറിക്കുമ്പോൾ ആ ജീവിതം മാറുന്നത് അവരുടെ മാത്രമല്ല, മുഴുവൻ യഹൂദന്മാരുടെയും ജീവിതമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഈ ജീവിതത്തെ അവരുടെ തിരുവചനത്തിൻ്റെ ഭാഗമായിട്ട്, സ്ക്രിപ്ചറിൻ്റെ ഭാഗമായിട്ട് അവർ ചേർത്ത് വയ്ക്കുന്നത്. അല്ലാതെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയുടെ ജീവിതമോ അവരുടെ വിജയത്തിൻ്റെ കഥയൊന്നുമല്ല. രൂത്തിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ അറിയാം, രൂത്തിന്റെ പുസ്തകം എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രൂത്തിന്റെ സുപ്രീമസിയോ അല്ലെങ്കിൽ രൂത്തിന്റെ ബോൾഡ്നെസ്സോ രൂത്തിന്റെ എന്താ പറയുന്നത് കറേജോ ഒന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രൂത്ത് ഈസ് ലിങ്ക് ടു ജീസസ് ക്രൈസ്റ്റ്. ഡേവിഡിക് ലീനിയേജിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ് രൂത്തിന് പ്രാധാന്യം വരുന്നത്. സെയിം വേ എസ്തേറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, എസ്തേർ ഒരു സാധാ പെൺകുട്ടി എന്ന നിലയിൽ അവൾ ജീവിതത്തെ കൈകാര്യം ചെയ്ത രീതി, അവൾ മുൻപോട്ട് വന്ന രീതി, അവിടെ ആ എസ്തേർ കാരണം ഒരു സമൂഹം മുഴുവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ആ പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് സ്ത്രീരത്നങ്ങളുടെ പേര് ഉൾപ്പെടെ 2 പുസ്തകങ്ങൾ അങ്ങനെ ആണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ അധ്യായത്തിൽ ഹാമാന്റെ ഉപായം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഹാമാന്റെ ഉപായം, ദുഷ്ടതയുടെയും ദൈവഹിതത്തിൻ്റെയും പോരാട്ടം. ഈ പുസ്തകത്തിലെ ഈ അധ്യായങ്ങളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് എബിയച്ചനോടൊക്കെ പണ്ട് ചോദിക്കുന്നത് പോലെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തിരക്ക് എനിക്ക് മനസ്സിലാകും, നിങ്ങളുടെ അവിടുത്തെ ജീവിതാവസ്ഥകൾ മനസ്സിലാകും. എങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ എബിയച്ചനെങ്കിലും വായിച്ചിട്ടുണ്ടാകും. അച്ഛൻ വായിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് 3ാമത്തെ അധ്യായമാണ്. 3ാമത്തെ അധ്യായം മുതലുള്ള പ്ലോട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഹാമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മൊർദെഖായുമായിട്ടുള്ള ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. എസ്തേറിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ കഥയുടെ ആഴത്തിലേക്ക് പോകാത്തത്. ഹാമാൻ ഈ മൊർദെഖായുമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മൊർദെഖായി രാജകൊട്ടാരത്തിന്റെ പുറത്തുള്ള ഒരു ജോലിക്കാരനാണ്. അത് വലിയ പദവിയൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന്. ഒരു സാധാരണ ഒരു കൊട്ടാരത്തിലൊരു ഒഫീഷ്യൽ എന്ന ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ വെരി ക്ലോസ് ടു കിങ്സ് ചേംബർ, അതിനുമായിട്ട് വളരെ അടുത്തായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത്ര അക്സസ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്ലോട്ട്, അതായത് രാജാവിനെ കൊല്ലാനായിട്ടുള്ള ഒരു വിവരം അറിഞ്ഞിട്ട് അത് കൊട്ടാരത്തിൽ ധരിപ്പിക്കുന്നു. രാജാവിൻ്റെ അംഗരക്ഷകരായിട്ടുള്ള 2 പേര്, ബിഗ്ദാനും തേരേഷും 2ാം അധ്യായം 21ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 2ാം അധ്യായം 21ാം വാക്യത്തിൽ അവിടെ രാജാവിൻ്റെ വാതിൽ കാവൽക്കാരായിട്ടുള്ള 2 പേര് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ശ്രമം രാജാവിൻ്റെ ആളുകളെ അറിയിച്ച് അതില്ലാതാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ രാജാവിൻ്റെ ഗുഡ് ബുക്കിൽ അദ്ദേഹം കയറിപ്പോവുകയും ചെയ്തു. അങ്ങനെ ആ ഗുഡ് ബുക്കിൽ കയറി പറ്റുന്നത് എഴുതി വെക്കുന്നുണ്ട്, ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു പരിഗണന അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഹാമാനെ രാജാവിൻ്റെ അടുത്ത ആളാണ്, ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, ഇവരുമായിട്ട് ചേർന്നു പോകുന്ന ഒരു ഗോത്രത്തിലോ വംശത്തിലോ പെടുന്ന ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള ആഗാഗ്യൻ എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. ആഗാഗ്യനായ ഹമ്മെത്താത്തയുടെ മകനാണ് ഈ ഹാമാൻ എന്ന് പറയുന്നത്. ഈ ഷൗൽ രാജാവായിട്ടിരിക്കുന്ന കാലത്ത് ആഗെന്ന് പറയുന്ന ഒരു രാജാവുമായിട്ടൊരു യുദ്ധമുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ
അമാലേക്യ വംശത്തിൽപ്പെട്ടതാണ്. ആ രാജാവിൻ്റെ പിൻതലമുറക്കാരാകാം ഹാമാൻ എന്നാണ് വിചാരം. അപ്പൊ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിന് ഒരു കാരണം വേണമല്ലോ. നമുക്ക് അങ്ങനെയാണല്ലോ. നമ്മൾ മലയാളികളാണെങ്കിൽ വൈരാഗ്യം ഉണ്ടാകാം, ഓർത്തഡോക്സുകാരാണെങ്കിൽ ഇച്ചിരൂടെ വൈരാഗ്യം ഉണ്ടാകാം, വീട്ടുകാരാണെങ്കിൽ ഇച്ചിരൂടെ കൂടുതൽ ഉണ്ടാകാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഒരു ബന്ധമില്ലാതെ ഒരിക്കലും ഒരു വൈരാഗ്യം ഉണ്ടാകും. നമുക്കിപ്പം ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററായിട്ട് വൈരാഗ്യം ഉണ്ടാകാൻ വല്ല കാരണമാണ്. നമുക്കൊരു പരിചയമില്ലെങ്കിൽ, ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഇതിനകത്തുണ്ടാണ്. ആ കണക്ഷനാണ് ഷൗൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. ഷൗലിൻ്റെ അതേ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഹാമാൻ. അല്ല, ആര്? മൊർദെഖായി. മൊർദെഖായിയുടെ ഗോത്രം ഏതാ? ആർക്കെങ്കിലും പറയാമോ? ബെഞ്ചമിൻ. ബെന്യാമിൻ ഗോത്രാണ്. ബെന്യാമിൻ ഗോത്രാണ്. എന്നാ വെച്ചാൽ പരീക്ഷ എന്നാണ്? നവംബർ നവംബർ 23rd. നവംബർ 23rd. ഓക്കെ. ഞാനിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് പറയാൻ പറ്റുന്ന ഉത്തരവാണെങ്കിൽ ഞാൻ മറുപടി നൽകാം. ഇല്ലെങ്കിൽ ഞാൻ അത് അച്ഛനെ അറിയിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഷൗലിൻ്റെ ഗോത്രം ബെഞ്ചമിൻ ഗോത്രമാണ്, അല്ലെങ്കിൽ ബെന്യാമിൻ ഗോത്രമാണ്. മൊർദെഖായിയുടെ ഗോത്രവും ഏതാണ്? ബെന്യാമിൻ ഗോത്രമാണ്. അപ്പം ഇവര് യുദ്ധം ചെയ്ത, അദ്ദേഹത്തിൻ്റെ ഗോത്രം യുദ്ധം ചെയ്ത, ആദ്യകാലത്ത് യുദ്ധം ചെയ്ത തോപ്പിച്ച ഒരു രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ആളുകളാകാം ഈ ഹാമാൻ എന്നുള്ളതാണ് ഒരു വിചാരം. അതിന് ആധികാരികമായ തെളിവുകളൊന്നുമില്ല, അങ്ങനെയാകാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ രാജകൊട്ടാരത്തിൽ എപ്പോഴും അക്സസ് ഉള്ള, വളരെ ഉയർന്ന പദവി വഹിക്കുന്ന ഈ മനുഷ്യൻ ഒരു കൽപ്പനയൊക്കെ നേടിയെടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ കുമ്പിട്ട് നമസ്കരിക്കാൻ തയ്യാറാകാത്ത ഒരാളായിരുന്നു ആര്? മൊർദെഖായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദൈവത്തെ മാത്രമേ വണങ്ങാവൂ എന്നുള്ളതാണ് എബ്രായക്കാരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാഠം. നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോകം മുഴുവൻ എന്നെ നമസ്കരിക്കാൻ, കുമ്പിട്ട് നമസ്കരിക്കാൻ പറയുന്ന ഒരു വാചകം ദൈവത്തോട്, യേശുവിനോട് സാത്താൻ പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെയും കാണുന്നത്. പക്ഷെ അതിന് മൊർദെഖായി തയ്യാറാകുന്നില്ല. മൊർദെഖായി അതിന് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് മൊർദെഖായിയോടൊരു വിരോധം ഹാമാൻ ഉണ്ടാകും. അപ്പോൾ അന്നേരം മുതൽ തൻ്റെ പൊസിഷനെയും തൻ്റെ പവറിനെയും അംഗീകരിക്കാത്ത ഒരാളെ ഇല്ലാതാക്കണം. അതാണ് ഹാമാൻ ആഗ്രഹിക്കുന്നത്. അതിനല്ലാതെ ഇവർ തമ്മിൽ വ്യക്തിപരമായി വേറെ വിഷയങ്ങളൊന്നും അവിടെ സൂചിപ്പിക്കുന്നില്ല. അവിടെ ഒരു വംശഹത്യയിലേക്ക് നയിക്കത്തക്കതായിട്ടുള്ള വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ മൊർദെഖായി ഉൾപ്പെടെയുള്ള എല്ലാവരെയും നശിപ്പിക്കണമെന്ന അതിക്രൂരമായ ഒരു തീരുമാനത്തിലേക്ക് ഒരാളെ പോലും, അയാളുടെ പിൻഗാമികളെ ഒരാളെ പോലും, അയാളുടെ പ്രിയപ്പെട്ടവരെ ആരെയും വെച്ചേക്കരുത് എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ അവിടെയും എസ്തേർ ആരാണെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ് എസ്തേർ അപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അത് എസ്തേറിനോട് ഈ വേദപുസ്തകത്തിൽ എഴുതുന്ന ഓരോ വാചകവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പുതിയ സിനിമകളും സിനിമാ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന, കാണുകയോ ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ടാകും പലരും. അതിനേക്കാളൊക്കെ എത്രയോ കാൽക്കുലേറ്റഡ് ആണെന്നറിയാമോ ഇതിലെ ഓരോ വാചകവും. ഈ കഥകൾ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മൊർദെഖായി എസ്തേറിനോട് പറയുന്നത്, നിന്റെ കുലവും ജാതിയും ഒന്നും ആരോടും ഒരിക്കലും വെളിപ്പെടുത്തരുത് എന്ന്. അത് വളരെ വളരെ ഇതായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആർക്കും റിവീൽ ചെയ്യാതിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഒരു ടെൻഷൻ ഇടയ്ക്കും എസ്തേർ അവിടെ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അങ്ങനെ എസ്തേറിൻ്റെ ഒരു സംരക്ഷകനായ മൊർദെഖായി അവിടെ നിൽക്കുമ്പോഴും മൊർദെഖായിൽ നിന്ന് എസ്തേറിലേക്ക് എത്താതിരിക്കുന്നത് മൊർദെഖായി എസ്തേർ തമ്മിലുള്ള ബന്ധം അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ മൊർദെഖായിയെ കൊല്ലാൻ ഈ ഒരു ചീട്ട് ഇടുന്നതിനെ പറ്റി അവിടെ വായിക്കുന്നുണ്ട്. അത് അക്കേഡിയൻ വാക്കായ പുരു എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. അത് പോർ എന്ന് പറയുന്ന പേർഷ്യൻ വാക്കിൽ നിന്ന് അക്കേഡിയൻ എന്ന് പറയുന്നത് ആ കാലത്തെ ഒരു ഭാഷയാണ്, അതിനു മുമ്പുള്ളൊരു ഭാഷയാണ്. അത് എബ്രായ ഭാഷയിലേക്ക് വരുമ്പോൾ അവർ പൂരിം എന്ന് പറയുന്ന പെരുന്നാളായിട്ട് അത് മാറുന്നുണ്ട്.
പൂരിം പെരുന്നാളായിട്ട് അത് മാറുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതൊരു ലോട്ടെന്നാണ് ഇതിൻ്റെ ഈ വാക്കിൻ്റെ അർത്ഥം. പൂർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ലോട്ടെന്നാണ്. നറുക്കിട്ട് ഇവരൊരു അനുകൂലമായ ഒരു ദിവസം തീരുമാനിക്കണം. എന്തിനാണ്? മൊർദെഖായിയെ കൊല്ലാൻ. അപ്പോൾ ഒരു കഴുമരമൊക്കെ ഉണ്ടാക്കി അതിൽ മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഇവർ പ്രാകൃതരായ ഒരു മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഉചിതമായ സമയം കണ്ടുപിടിച്ച് ഇത് ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഈ പൂർ എന്ന് പറയുന്നത്. പക്ഷെ അത് ഏറ്റവും ലാസ്റ്റിൽ നേരെ കോൺട്രാഡിക്ടറി ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് മാറുകയാണ്. ആരാണോ ഇത് ഇല്ലാതാക്കാൻ തീരുമാനിച്ചത് അവരെ മുഴുവൻ ഇല്ലാതാക്കിയതിൻ്റെ പെരുന്നാളായിട്ട് പൂരി പെരുന്നാൾ മാറുകയാണ് യഹൂദന്മാരുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ പ്രധാനമായിട്ടും എട്ടാമത്തെ നമ്മുടെ തന്നിരിക്കുന്ന പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഹാമാന്റെ അഹങ്കാരത്തിൻ്റെ ഒരു പാഠം, അതേപോലെ തന്നെ ഹാമാൻ എത്രമാത്രം ബുദ്ധിമുട്ട് ഒരു ജനത്തിന് ഉണ്ടാക്കി എന്നുള്ളതൊക്കെയാണ്. ഇവിടെ ഹാമാന്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വളരെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു വശത്ത്, എന്നാൽ അതേസമയം അത്രയും ആളുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഒരു മനുഷ്യൻ. ആരെയാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം മനസ്സിലിരുത്തിക്കൊണ്ട് വേണം 8-ാമത്തെ അധ്യായത്തിൽ ഹാമാന്റെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട്. നമുക്ക് ഹാമാന്റെ ജീവിതം നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് അധികാരവും പദവിയും ഒക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അധികാരം പദവിയും അഹങ്കാരത്തിലേക്ക് എങ്ങനെ നയിക്കാൻ സാധ്യതയുണ്ട്. വളരെ നിസ്സാരമായിട്ട് തോന്നാം. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ജോലി ചെയ്യുന്ന മേഖലകളിലും നമ്മുടെ കുടുംബജീവിതത്തിലും ഒക്കെ ചെറിയൊരു ക്ലാഷ് ചിലപ്പോൾ ഒരു വലിയ പതനത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ നയിച്ചേക്കാം. അതുകൊണ്ട് തിരിച്ചറിയുക, അഹങ്കാരം ഒരിക്കലും അതിന് ഒരു ഭൂഷണം ആയിട്ട് ഉള്ളൊരു കാര്യമല്ല, നമ്മുടെ ജീവിതത്തിന് പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ഈ കൊല്ലുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ട് തയ്യാറാക്കുമ്പോൾ ഇതിന് പറ്റുന്ന ഒരു പണി പറഞ്ഞു കൊടുക്കുന്നത് ഹാമാന്റെ ഭാര്യയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാമാന്റെ ഭാര്യയും അവരുടെ കൂട്ടുകാരുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്ന ആ പദ്ധതി പ്രകാരമാണ് ഇത് തയ്യാറാക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് പിന്തിരിയാമെന്ന് പറയാമായിരുന്നു. നിങ്ങൾ ഹാമാന്റെ ഭാര്യയുടെ പേര് ഓർക്കുന്നുണ്ടോ? സേരഷ് എന്ന് പറയുന്ന പേരാണ് ഹാമാന്റെ ഭാര്യയുടെ പേര്. ഹാമാന്റെ ഭാര്യ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഈ സംഭവം എല്ലാം കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ പറയും, നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ എസ്തർ മാത്രമല്ല ഇതിനകത്തുള്ളത്, വസ്തിയുണ്ട്, അതോടൊപ്പം തന്നെ ഹാമാന്റെ ഭാര്യയുണ്ട്. ഹാമാന്റെ ഭാര്യ എല്ലാത്തിനും കൂട്ടുന്നിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ പുള്ളിക്കാരി രക്ഷപ്പെടുക. പുള്ളിക്കാരി പറയാണ്, നീ ഒരിക്കലും അവനെ ജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആസ് എ വിമൺ അല്ലെങ്കിൽ ആസ് എ വൈഫ്, വാട്ട് വാസ് എ റോൾ? അവൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അയാളുടെ അഹങ്കാരത്തെ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ അവർക്ക് സാധിച്ചില്ല. മറിച്ച് അവരെല്ലാവരും അവരുടേതായ ഒരു പദ്ധതിയിൽ പോയി. ആ പദ്ധതി പക്ഷെ നീണ്ടുപോയി. ഏതാണ്ട് 10-11 മാസത്തോളം അത് ഇങ്ങനെ ആലോചന യുക്തമായ ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും അതുവരെ ചിന്തിച്ചതെല്ലാം മാറി മറ്റൊരു കാര്യത്തിലേക്ക് അതെത്തി. അപ്പം സത്യത്തിൽ ഇസ്രായേലിനെ തകർക്കാനായിട്ട് ആഗ്രഹിച്ച് ഈ രാജകൽപ്പന വാങ്ങിച്ച് ഇവരെ ഇല്ലാതാക്കാം എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അത് സാധ്യമായില്ല. ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹാമാൻ
3-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങളിലാണ് ഇത് പറയുന്നത്. ഇതിൽ 3-ാം അധ്യായം ഹാമാനും മൊർദെഖായും തമ്മിലുള്ള ഒരു ടെൻഷനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിക്കണം. അവിടെ എന്തുകൊണ്ട് മൊർദെഖായി കുമ്പിട്ട് നമസ്കരിച്ചില്ല എന്നുള്ളത് ഒരു ചോദ്യമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം ഇത്രയുമേ ഉള്ളൂ. യഹൂദന്മാരുടെ ജീവിത പശ്ചാത്തലത്തിൽ മറ്റൊരാളെ കുമ്പിട്ട് നമസ്കരിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഇതേ രീതി തന്നെയാണ് ശന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് എന്ന് പറയുന്ന 3 പൈതങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത്. എന്തെങ്കിലും ഒരു ഫാൾസായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമത്തെ തങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കണമെന്ന്, അത് കാരണം ഞാൻ ഇല്ലാതായി പോകുന്നെങ്കിൽ ഇല്ലാതായി പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മൊർദെഖായിയുടെ ഒരു പിക്ചർ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതാണ് അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്. അവിടെ ഈ ഹാമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ 6-ാമത്തെ വാക്യം, 3-ാം അധ്യായം 6-ാം വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛമായി തോന്നി, അതുകൊണ്ട് എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളുടെ ഒരു അധികാര പദവിയിൽ ഇരുന്നു കൊണ്ട് എത്രത്തോളം ക്രൂരമായി തീരാം ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ പര്യായമാണ് ഹാമാൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് 4-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ ഈ കഥകൾ മൊത്തം മാറുന്നത്. അവിടെ 14-ാമത്തെ വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം. നീ ഈ സമയത്ത്, 4-ാം അധ്യായം 14-ാം വാക്യം, നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. അവിടെ എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു വഴിക്കൂടെ ദൈവം രക്ഷിക്കും. ദാറ്റ് ഈസ് ഷുവർ, അത് ഉറപ്പാണ്. അതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അത് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വാട്ട് യു ക്യാൻ ഡു എന്നൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് യുവർ റോൾ? ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു എത്തിക്കൽ മോറൽ ഇഷ്യൂവിനെ പറ്റി ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ചിന്തയിൽ അത് വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വസ്തി എന്ന് പറയുന്ന രാജ്ഞി അറിയാമല്ലോ, എസ്തേറിൻ്റെ മുമ്പുണ്ടായിരുന്ന അഹശ്വേരോഷിൻ്റെ ആദ്യ ഭാര്യ എസ്തേർ. വസ്തി എന്ന് പറയുന്ന രാജ്ഞി, സോറി. അപ്പം വസ്തി ചെയ്തത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ശരിയാ. നിങ്ങൾ സംശയിച്ചൊന്നും പറയണ്ട, നിങ്ങൾക്കുള്ള ബോധ്യം മാത്രം പറഞ്ഞാൽ മതി. ശരിയാ. ശരിയാണ്, വസ്തി ചെയ്തത് ശരിയാണ്. വസ്തി ചെയ്തത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഒരാൾ ബിഹേവ് ചെയ്യേണ്ടത്, രാജകൊട്ടാരത്തിൽ ഒരു രാജ്ഞി എന്തായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. വസ്തി ഒരിക്കലും ഒരു എന്താ പറയുന്ന ഒരു ലിബറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയിലൊന്നുമല്ല, അല്ലെ ബോൾഡായിട്ടുള്ള ഡിസിഷനൊന്നുമല്ല എടുത്തത്. അവിടെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് വസ്തിയുടേത്. ഇത് നോർമൽ പ്രൊസീജിയറാണ്, നോർമലായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ആ നോർമൽ ചിന്താഗതിയാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഒരാൾ എടുക്കുന്നത്, ഓർഫയും എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വരാമെന്ന് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു വരുന്നില്ലെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ വരണ്ട, ഞാൻ പോവാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാം ചെയ്യുന്നത് സാധാരണ ഒരു പ്രോസസ്സല്ലേ. ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞാൻ വരണോന്ന് വിളിച്ച് ചോദിക്കും. നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കറിയാം. എന്നാലും വരണോന്ന് ചോദിക്കും. വരണ്ട എന്നുള്ളൊരു മറുപടി കേൾക്കുമ്പോൾ എന്നാൽ ശരി എന്ന് പറയും. പിന്നെ ചിലപ്പോൾ ഇരുന്ന് നമ്മൾ ആലോചിക്കും, ഈ പോകേണ്ടതായിരുന്നോ അല്ലെ പോകണമായിരുന്നോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. നവോമിയുടെ മറുപടിക്ക് കാത്തിരിക്കുന്ന ഓർഫ എന്നുള്ളതിനപ്പുറത്ത് ഓർഫയുടെ റിയാക്ഷൻ വാസ് കറക്റ്റ്, ജസ്റ്റാണത്. പക്ഷെ അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എഗനസ്റ്റ് ദ നോംസ്, നമ്മൾ കണ്ടുവരുന്ന ഒരു നോംസിന് അപ്പുറത്തുള്ള ഒരു ചിന്ത. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണ് ചിലത് നമ്മളോട് ചോദിക്കും, നിനക്ക് വല്ല ആവശ്യമുണ്ടോ അവനെ സഹായിക്കും, നിന്റെ ആരാ എന്ന ചില ചോദ്യം ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്.
മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സഹായിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണോ? നിങ്ങളുടെ ഉത്തരവാദിത്തമാണോ? നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് നോംസിന് അപ്പുറത്ത് ചിന്തിച്ചതാണ് രൂത്തും ഓർഫയും പറയുന്നിടം വരെ ദേ ആർ സെയിം. അവരുടെ ഡിസിഷൻസ് സെയിം ആണ്, കറക്റ്റാണ്. ഓർഫ എടുത്ത ഡിസിഷൻ അതൊരു നോർമൽ അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് റിയാക്ഷൻ മാത്രമാണ്. അത് തന്നെയാണ് വസ്തിയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ നോംസിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു റിയാക്ഷനാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എഗനസ്റ്റ് ദ നോംസ് ചിന്തിക്കാൻ എസ്തേറിന് ഇടയാകുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. എസ്തേറിന് ഇടയാകുമ്പോൾ ചിന്തിക്കേണ്ടത്, എസ്തേർ ഒരിക്കലും സ്വതന്ത്രയാകാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയി ഒരു എന്താ പറയുന്നത്, ഒരു ഓട്ടോണമസ് പവറിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഈ സ്ത്രീ എന്താ പറയുന്നത്, പുരോഗമനവാദം ഉണ്ടല്ലോ, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് ഉപയോഗിക്കുന്ന ഒത്തിരി ആശയങ്ങളൊക്കെ എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് എടുക്കാറുണ്ട്. പക്ഷെ എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും തൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പോഷറിന് വേണ്ടിയിട്ടല്ല, തൻ്റെ എന്തെങ്കിലും പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സിനോ അവരുടെ സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ടോ അവരുടെ പവറിന് വേണ്ടിയിട്ടോ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ പ്രോഫിറ്റ്സിനോ ഗെയിൻസിനോ വേണ്ടിയിട്ടോ അല്ല ഷീസ് ഗോയിങ് അഗൈൻസ്റ്റ് ദ നോംസ്. മനസ്സിലായില്ലേ? ഷീ സഫറിങ് അല്ലെങ്കിൽ ഹെയർ സഫറിങ് എന്ന് പറയുന്നത് ഫോർ ദ പീപ്പിൾ ഓഫ് ഹെർ കമ്മ്യൂണിറ്റി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീയും നിന്റെ കുടുംബവും നശിച്ചു പോയേക്കാം, പക്ഷെ യഹൂദന്മാർ ആ കമ്മ്യൂണിറ്റി മൊത്തം അവരെ ഓർത്ത് ഷീ വാസ് സഫറിങ്. അപ്പോഴും അവരുടെ ഒരു ബന്ധം നോക്കണം. ആ വളർത്തി വിടുന്നതിൻ്റെ ഒരു ബന്ധമാണ്. മൊർദെഖായി വളർത്തി വിടുന്നതിൻ്റെ ബന്ധമാണ്. കൊട്ടാരത്തിലെത്തിയിട്ടും രാജപദവിയിലെത്തിയിട്ടും സ്റ്റിൽ ഷീ കീപ്സ് ദ കണക്ഷൻ അല്ലെങ്കിൽ ആ റിലേഷൻ. ഇത് നമ്മൾ നമ്മുടെ തലമുറകൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഭാഗമാണ്. എങ്ങനെയാണ് എസ്തേർ ഒരു മോഡലായി, ഒരു റോൾ മോഡലായി മാറുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അഗൈൻസ്റ്റ് ദ നോംസിന് പോകുമ്പോഴും, നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയിൽ എത്തുമ്പോഴും, ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പദവിയിലെത്തുമ്പോഴും ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു സമൂഹത്തെ മാറ്റാൻ പറ്റുന്നതിനൊരു ഉദാഹരണമാണ് എസ്തേർ. അവർക്ക് അവരുടേതായ ജീവിത രീതിയിൽ പോകാമായിരുന്നു. പക്ഷെ അവർ വളർന്നു വന്ന അവര് ഏത് ഇതിലാണോ, അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല, മൊർദെഖായാണ് വളർത്തിയത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ കാണും, അതിൻ്റെതായ പോരായ്മകളും കാണും, അതിൻ്റെതായ സ്വാതന്ത്ര്യവും കാണും. പക്ഷെ അവിടെയെല്ലാം ഈ സ്ത്രീ എങ്ങനെയാണ് വ്യത്യസ്തതയാകുന്നത് അല്ലെങ്കിൽ ഒരു പ്രതീകമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്തേർ സാധാരണ ആളുകൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് മടിയായിട്ടുള്ള ഒരു തലത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് കാരണമായിട്ട് എസ്തേർ തന്നെ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന്റെ അടുക്കൽ ചെല്ലും. 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ലോ, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ചില നിയമം, വസ്തി രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്തതുകൊണ്ടാണ് വസ്തി പുറത്തു പോയത്. വസ്തി രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്തതുകൊണ്ടാണ് പുറത്തു പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായി ചെയ്താൽ തൻ്റെ ജീവിതം അവിടെ തീരുമെന്ന് എസ്തേറിന് അറിയാം. പക്ഷേ എസ്തേർ അവിടെ പറയുകയാണ്, ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ പോകും. അത് ആ ബോൾഡ്നെസ് പറയാനുള്ള കാരണം, അങ്ങനെ പറയാനുള്ള കാരണം, ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും ഉപവസിക്കും, നിങ്ങളും ഉപവസിക്കും. ദ റോൾ ഓഫ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ദ പ്രയോറിറ്റി ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാസ്റ്റിംഗ് ഇൻ ജൂവിഷ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തൻ്റെ ജീവിതത്തിൽ എത്ര കാലങ്ങൾക്കിപ്പുറത്ത് ഓസ്ട്രേലിയ വന്നിട്ട് ഉപവസിക്കാൻ പറഞ്ഞാൽ, അയർലൻഡിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയിട്ടുള്ളവർ ഉപവസിക്കാൻ പറഞ്ഞാൽ
എൻ്റെ അച്ഛ ഇതുപോലെ തണുപ്പത്ത് വല്ലതും നടക്കുന്ന കാര്യമാണ് എന്ന് ചോദിക്കുന്ന ആളുകൾക്കാണ് ഈ എസ്തർ ഒരു പ്രതീകമായി തീരുന്നത്. നമ്മളെല്ലാം പറയും, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ മുഴുവൻ ഇതേപോലെ തൊപ്പിക്ക് പകരം മുഴുവൻ തല കൂടി ഇട്ട് ഇതേപോലെ കറുത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഞാനിതിനെ എതിരായിട്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം എനിക്ക് പോലും ആ ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട്. പക്ഷേ നോംസിന് വിരുദ്ധമായി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ട്രഡീഷൻസ് നമ്മുടെ കീപ്പ് ചെയ്യാൻ, അത് അപ്ഹോൾഡ് ചെയ്യാൻ എസ്തർ അപ്പനും അമ്മയും ഇല്ലാതിരുന്നിട്ടും ഒരു ജൂവിഷ് ട്രഡീഷനെ എങ്ങനെയാണ് പിന്തുടരുന്നത്? കഴിഞ്ഞ ദിവസം ഒരമ്മ, നിങ്ങളുടെ ആരുടെയും കുടുംബത്തിൽപ്പെട്ടതല്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ, ഒരു മകനെ ജർമ്മനിയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു തിരക്കണം അച്ഛൻ. ഞാൻ പറഞ്ഞു ഞാൻ തിരക്കാം. അപ്പോൾ പറഞ്ഞു ഞാൻ പള്ളിയിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു, ഇപ്പൊ പിന്നെ എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല, പിള്ളേരൊക്കെ വളർന്നില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? നോർമലാണ് അത്. എബിയച്ച പേടിക്കണ്ട, നമ്മളും ഒക്കെ ഇച്ചിരി കഴിയുമ്പം ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. അൽമാർ രക്ഷപ്പെടും, കുഴപ്പമൊന്നുമില്ല. അച്ഛന്മാരാണ് ഇനിയും പ്രതികൂട്ടിലാകാൻ പോകുന്നത്. പിള്ളേർ പള്ളി വരുവോ പോവുകയോ ഒക്കെ ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നത് ഈ തോട്ട് പ്രോസസ്സിൻ്റെ പ്രശ്നം മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ്. നിങ്ങൾ ഈ ജൂഷനെ നിങ്ങൾ നോക്കൂ, ഈ സെമിറ്റിക് മതങ്ങളെ നോക്കൂ, സെമിറ്റിക് ട്രഡീഷനുള്ള മതങ്ങളെ നോക്കൂ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദർ മുസ്ലിംസ്, പാർസീസ് ഓർ ജൂസ് ഓർ എനി അതർ റിലീജിയൻ കംസ് ഫ്രം ദ സെമിറ്റിക് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ പേർഷ്യ, ഇറാഖ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. നിങ്ങളൊരു അന്ത്യോക്യൻ സിറിയൻ ചർച്ചിൽ ചെന്നാൽ തല മൂടാത്ത ഒരു സ്ത്രീയും നിങ്ങൾ അവിടെ കാണത്തില്ല. അന്ത്യോക്യൻ ലെബനോൻ പാരമ്പര്യത്തിലുള്ള ചർച്ചസിൽ ചെന്നാൽ, അതാ ഞാൻ പറഞ്ഞ ആ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ ദാറ്റ് ഈസ് ദ വേ ദേ ആർ ബ്രോട്ട് അപ്പ്. അത് നമ്മൾ മനസ്സിലാക്കാനും അതുകൊണ്ടാണ് ഒരാൾ നീ ഉപവസിക്കണമെന്നോ ഞങ്ങൾ ഉപവസിക്കാമെന്നോ മൊർദെഖായി അല്ല പറയുന്നു. ദാറ്റ് ഇസ് എ ഡിസിഷൻ. ദാറ്റ് ഡിസിഷൻ കംസ് ഫ്രം ദ ക്വീൻ. ദാറ്റ് ഡിസിഷൻ കംസ് ഫ്രം എസ്തർ. അതാണ് എസ്തറിന്റെ ബോൾഡ്നെസ്. എഗൻസ്റ്റ് ദ നോംസ് ആരാണ് പ്രഖ്യാപിക്കുന്നത്? എസ്തറാണ് പ്രഖ്യാപിക്കുന്നത്. ഒരു അമ്മയുടെ റോൾ എന്താണ്? അമ്മയുടെ റോൾ എന്താണ്? അത് കൃത്യമാണ്. ആരാണ് പ്രഖ്യാപിക്കുന്നത്? മൊർദെഖായി ഇപ്പോഴും എസ്തർ ആണെങ്കിലും മൊർദെഖായി ആണ് ജൂഷ് ലീഡർ എന്ന് ഇപ്പോഴും അവരുടെ സ്ക്രിപ്ചറിലും അവരുടെ റാബിനിക് ട്രഡീഷൻസിലും അവർ പറയുന്നത്. മൊർദെഖായി വാസ് ദർ ലീഡർ ഇൻ പേർഷ്യ. ബട്ട് ആരാണ് ഇപ്പോൾ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഹലോ, സോറി, മോള് വന്നായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു നിർത്തിയത്, ഉപവാസം പ്രഖ്യാപിക്കുന്നത് എസ്തേറാണ്. അപ്പോൾ എസ്തേറിന്റെ ഒരു ഉള്ളിൽ പരിചയിച്ചു വരുന്ന രാജകൊട്ടാരത്തിൽ മൂന്നാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗം കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അവരെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള 12 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ദേവർ ഇൻസൈഡ് ദ എന്താ പറയുന്ന ഹാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീകളെ പ്രാർത്ഥിച്ചിരിക്കുന്ന, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സ്ഥലത്താണ്. അപ്പം ഒരു എന്താ പറയുന്ന പ്ലഷർ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എല്ലാവിധമായ ഒരു വേൾഡ്ലി എൻജോയ്മെന്റ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ആര് ചെല്ലുന്നത്? എസ്തർ ചെല്ലുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് എല്ലാ ബ്യൂട്ടീഷ്യൻസിനേക്കാളും വലിയ പരിചാരകരും സംവിധാനങ്ങളും എസ്തറിന് ഒരുക്കി കൊടുത്തു എന്നാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ പകുതി ഭാഗത്ത് പറയുന്നത്. പക്ഷെ അവിടെയെല്ലാം അതെല്ലാം മാറ്റി എസ്തർ ആ ഒരു ഇതിലാണ് രാജാവിന് മുമ്പിൽ പിടിച്ചിരിക്കുന്നത് പോലും. പക്ഷെ അതെല്ലാം മാറ്റി ഉപവസിക്കുക. ഉപവാസം എന്ന് പറയുന്നാൽ അറിയാമല്ലോ, ഇറ്റ്സ് ലൈക്ക് രട്ടിലും വെണ്ണിലും കിടക്കുക. അവരുടെ എല്ലാവിധമായ രാജകീയ എന്താ പറയുന്നത്, അതിൻ്റെ എല്ലാ
രീതികളും മാറ്റി നിർത്തി അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുന്നു. അവിടെയാണ് അവർ പറയുന്നത്, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന് പറയും. അപ്പൊ അത്രമാത്രം ഒരു ബോൾഡ്നെസ് ഈ എസ്തർ എടുക്കുന്നത് കൊണ്ടാണ് ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നത്. ഈ മാറ്റമാണ് യഹൂദന്മാരുടെ ഇടയിൽ അവർ എല്ലാവരും ഒന്നിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നുകൂടെ ഒന്ന് റീഓറിയന്റേഷൻ അവർക്ക് ഉണ്ടാകുന്നതും അവർ ഉപവസിക്കാൻ തീരുമാനിക്കുന്നു. ആ ഒരു ഇത് പുസ്തകത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു പേജിൽ 41-ാമത്തെ പേജിൽ 14 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്, 4:14 നിങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാം. നിങ്ങൾ കണ്ട പേജ് 41 എസ്തേറിന്റെ പുസ്തകം 14:14 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 4:14 തിരുത്തി അത് വായിക്കാനായിട്ട് ഇടയാണ്. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ഇടപെടലിന്റെ നിമിഷം, അത് കൈറോസ് എന്നൊരു വാക്കോടെ കൊടുത്തിട്ടുണ്ട്. മൊർദെഖായിയുടെ വാക്കുകളാണ് ദൈവത്തിന്റെ സമയം. കൈറോസ്, ആ വാക്ക് ഓർത്തിരിക്കണം. പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവൂല അല്ലേ? ദിയസ്കോറോസിനിമയുടെ പ്രിയപ്പെട്ട വാക്കുകൾ ഒന്നാണ് കൈറോസ്. അതുകൊണ്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാ. ചോദിച്ചില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. അതാണ് ദൈവത്തിന്റെ സമയം. ഈ സമയം എന്നുള്ളതാണ് കൈറോസ്. ക്രോണോസ്, കൈറോസ്, ക്രോണോളജിക്കൽ എന്നൊക്കെ പറയുന്ന അതേ ഈ 2 വാക്കുകളാണുള്ളത്. അതിൽ കൈറോസ് എന്നുള്ളതാണ് അപ്രോപ്രിയേറ്റഡ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ടൈം എന്നുള്ളത് പറയുന്ന ഉചിതമായ സമയം. അത് ദൈവത്തിൻ്റെതാണ്. ആ സമയത്ത് ദൈവം ഇടപെടും. പക്ഷേ നമ്മുടേതാണ് ഉത്തരവാദിത്വം. ദൈവം ഇടപെടണം. പക്ഷെ മൊർദെഖായി പറയുന്നത് പോലെ നീ ഇപ്പോൾ അത് ചെയ്യാനായിട്ട് ഇടയാക്കണം. ഇപ്പോൾ നീ മിണ്ടാതെ ഇരിക്കരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊർദെഖായി എസ്തേറും കൂടെ ഇടപെടുന്നത് ഒരു സമൂഹം മുഴുവൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൊർദെഖായിക്ക് മിണ്ടാതെ പോകാമായിരുന്നു, ജീവിതത്തിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. നമ്മളീ പറയുന്ന പോലെ ഹാമാന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എഴുന്നേറ്റ് ഇന്ന് ചുമ്മാതെ താഴെ കടയിലെ ചെരുപ്പിൻ്റെയോ ഷൂസിൻ്റെയോ വള്ളി കിട്ടുന്ന പോലെ നിന്നാലും മതിയായിരുന്നു, രക്ഷപ്പെട്ടു പോകാമായിരുന്നു. തിരിച്ച് എസ്തേറിൽ രാജപദവിയിലെത്തുമ്പോൾ തിരിച്ച് അവരുടെ വഴി കൂടെ പോകാമായിരുന്നു. പക്ഷെ അവർ ചെയ്തത് ഒരു കമ്മ്യൂണിറ്റി, എന്താ പറയുന്നത്, എങ്ങനെ കമ്മ്യൂണിറ്റിയെ സേവ് ചെയ്യാം, അതിൻ്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് ശരിക്കും അവിടെ നടക്കുന്നത്. കാരണം എല്ലാവരെയും ഇല്ലാതാക്കുന്ന ഒരു കൽപ്പന എഴുതുന്നു. ആ കൽപ്പന തിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്, നമുക്കെങ്ങനെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റും, അത് ഉപവാസവും പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിതാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും. ഈ ഓർത്തഡോക്സ് ട്രഡീഷനിൽ നമുക്ക് ഏറ്റവും ലീസ്റ്റായിട്ട് നമ്മൾ ബോധർ ചെയ്യുന്ന ഒന്നാണ്. ഞായറാഴ്ച പള്ളിയിൽ പോയാൽ എല്ലാം തീർന്നു എന്ന് കരുതുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. പിന്നെ ഒരു കുർബാനയുടെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ കുർബാനയുടെ ഒപ്പം തന്നെ ഈ ഫാസ്റ്റിങ്ങും ലെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. 52 ഞായറാഴ്ചയിൽ കുർബാന മാത്രമേ പ്രധാനമായിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ വരുന്ന പെരുന്നാളുകൾ, അതിൻ്റെ ഇരട്ടി ദിവസമാണ് നമുക്ക് ഉപവാസവും നോമ്പും ഒക്കെ സഭ കൽപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 2 എണ്ണമാണ് ഉപവാസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര ദിവസം. അതുകൂടാതെ നോമ്പിലെ ഉപവാസം. അപ്പം ഈ ഉപവാസം ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ ഒരിതാണ്. ഒരു ക്രൈസിസിൽ ഉപവാസം പ്രഖ്യാപിക്കുക. അതിനെപ്പറ്റി യോനയുടെ പുസ്തകത്തിലും ദാനിയേലിന്റെ പുസ്തകത്തിലും ഒക്കെ ഉണ്ടാകും. ഒരു ക്രൈസിസിൽ രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഉപവാസം പ്രഖ്യാപിക്കുക. അത് നാട്ടുകാരെ മൊത്തം ചെയ്യണമെന്നല്ല ഇവിടെ ആദ്യം പറയുന്നത്. എസ്തേർ പറയുന്നത്, ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ രക്ഷപ്പെടൽ, നമ്മുടെ ഫാമിലി ആണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആണെങ്കിലും ഒക്കെ എങ്ങനെയാണെന്ന്
ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന ബോധ്യം നമ്മെ പഠിപ്പിക്കുന്നതാണ് എസ്തേറിൻ്റെ പുസ്തകം. അതിൽ എസ്തേർ ഒരു സാധാരണ ജീവിതത്തിലെ ഒരു വൾണറബിൾ ആയിട്ടുള്ള, ഒരു വീക്കായിട്ടുള്ള ഒരു പൊസിഷനിൽ വരുന്ന ഒരാളാണ്. പക്ഷേ ശൂഷൻ രാജധാനിയിൽ അഹശ്വേരോഷ് രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ വസ്തിയുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു ദൈവമുഖാന്തരമാകാം, പക്ഷേ നോംസിന് അഗൈനസ്റ്റ് ആയിട്ട് ചിന്തിച്ചു, പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതൊരിക്കലും പേഴ്സണലായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എപ്പോഴും കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടും എപ്പോഴും മറ്റുള്ളവർക്കുള്ള കരുതലിൻ്റെ ഭാഗമായിട്ടുമാണ്. അങ്ങനെ മൊർദെഖായി എന്താണോ പറഞ്ഞു കൊടുത്തത് അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും രാജ്ഞിയായിട്ടും മൊർദെഖായുമായിട്ടുള്ള ആ ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിന് മുൻപോട്ടുള്ള ജീവിത കാര്യങ്ങൾ തീരുമാനിക്കുകയും, എന്നാൽ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ തൻ്റെ ലൈഫ് പോയാലും വേണ്ടില്ല എന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അവസാനം പിന്നെയുള്ള ചാപ്റ്റേഴ്സിലാണ് ബാക്കി കഥകളൊക്കെ പറയുന്നതെങ്കിലും ഈ ഒരു 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 പോരാട്ടത്തിൽ ഇവിടെ വെച്ച് തന്നെ അവർ വിജയം പ്രാപിക്കുകയാണ്. ഞാൻ മുമ്പേ ഒന്ന് ഓർമ്മിപ്പിച്ചതിൻ്റെ ചേർത്ത് പറയുകയാണ്, മൊർദെഖായി എസ്തേർ കൽപ്പിച്ചതുപോലെ ചെയ്തു. പിന്നെ താപ്പോട്ട് രാജ്യത്തുണ്ടായിരുന്ന യഹൂദന്മാർ മുഴുവൻ, പേർഷ്യൻ അതിർത്തിയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ അതിന് തയ്യാറാവുന്നു. 127 സംസ്ഥാനങ്ങൾ, പ്രൊവിൻസസ് ആണ് ഉണ്ടായിരുന്നത്. മറന്നു പോകരുത്, 1 to 7, അത് ഒരിക്കലും തെറ്റിപ്പോകരുത്. അത്രയും സ്ഥലത്തേക്കും അതിൻ്റെ കൽപ്പനകൾ ചെല്ലത്തക്ക രീതിയിൽ പിന്നീട് എസ്തേർ ഇടപെടുകയാണ്, രാജാവുമായിട്ട് സംസാരിക്കുകയാണ്. ഇത്രയും ഭാഗമേ പറയാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇതിനകത്തുനിന്ന് പ്രധാനമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 2, 8, 9 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പ്രധാനമായിട്ട് സാധ്യതയുള്ളത് ഹാമാന്റെ ജീവിതം നമുക്ക് എന്ത് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്ത് സൂചനയാണ് നൽകുന്നതെന്ന് നമുക്ക് ചോദിക്കാം. മറ്റൊന്ന്, ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, എസ്തേറിൻ്റെ പങ്ക് അല്ലെങ്കിൽ മൊർദെഖായിയുടെ പങ്ക് എന്തെന്ന് ചോദിക്കാം. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം അല്ലെങ്കിൽ ശക്തി ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകുന്നത് എന്ന് ചോദിക്കാം. അതേപോലെ എസ്തേറിൻ്റെ ഉള്ള ഈ തീരുമാനം ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ എന്നുള്ള പറയുന്ന ആ ഒരു ഭാഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രാജാവിനോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? ഉപവാസം പ്രഖ്യാപിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. മൊർദെഖായി പറയുമ്പോഴും ഉപവാസത്തെ പറ്റി ഒന്നും പറയുന്നില്ല, രാജാവിനോട് സംസാരിക്കാനാണ് പറയുന്നത്. ബട്ട് 3 days പ്രിപ്പറേഷൻ, അത് ദൈവത്തിനായിട്ട് സമർപ്പിച്ചിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ മൊർദെഖായി അത് രാജ്ഞി പറയുന്നത് അനുസരിക്കുന്നു. അത് ഈ ഒരു ബന്ധം, മൊർദെഖായി എസ്തേർ തമ്മിലുള്ള ഒരു ബന്ധം സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലും എപ്രകാരമാകാം വളർത്തപ്പെടേണ്ടതും പിന്നീട് നാം പാലിക്കേണ്ടതും എങ്ങനെയാണെന്നും നമ്മളോട് ചോദിച്ചേക്കാം. ഈ 2 അധ്യായങ്ങളെ പറ്റിയുള്ളത് വളരെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലതെന്ന് കരുതുന്നു. അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്കിതിൽ വലിയ പുതുമയൊന്നും കാണില്ല. ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡാണ്, ഇതിനകത്തുനിന്ന് എന്ത് ചോദ്യമാണ് വരുന്നതെന്നുള്ളത്. ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇച്ചിരൂടെ ആഴത്തിൽ. ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിവുള്ളിടത്തോളം തയ്യാറാക്കാമെന്ന് ഞാനും വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പറയാവുന്നതാണ്. എന്തെങ്കിലും ഉണ്ടോ?
ഉം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടാലും മതി. യാ മോർഡെക്കായ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്തുവാന്ന്? മൊർദെക്കായി. ആ, മൊർദെക്കായി എന്നുള്ളത് ഒരു എബ്രായ വാക്കല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വാരിയർ എന്നാണ് അതിൻ്റെ പോരാട്ടക്കാരൻ അല്ലെങ്കിൽ യോദ്ധാവ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. വാരിയർ എബ്രായർ പേരല്ല, പേർഷ്യൻ പേർ അങ്ങനെയല്ല. അത് എബ്രായ പേരല്ല, അത് പേർഷ്യൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ രാജ്യത്തുണ്ടായിരുന്ന ഒരു പേരായിട്ടാണ് പറയുന്നത്. മർദൂഖ് എന്ന് പറയുന്നത് ഈ ബാബിലോണിയൻ പേരാണ്, മർദൂഖ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഹാമാൻ എന്ന പേരിന്റെ അർത്ഥം നോയ്സ് എന്നാണ്, ശബ്ദം. എസ്തേറിന്റെ മറ്റൊരു പേര് അറിയാമല്ലോ അല്ലേ, ശരിക്കുള്ള പേര്? ഹദശ. ഹദസ. ഹദസ എന്ന വാക്കിന്റെ അർത്ഥം Dawan. മിർട്ടിൽ. ഹലോ. മിർട്ടൽ. മിർട്ടലാണ്. MYRTL. MYRTLE, മിർട്ടൽ. അതിന്റെ മലയാളം എനിക്കും അറിയില്ല. ഈ ഈ വളരെ കുറ്റിപ്പൂവ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് 4 മണി പൂവൊക്കെ ഇല്ല, അതുപോലെ തൊട്ടാവാടി ടൈപ്പായിട്ട് അതിനെ കണക്കാക്കാം. പക്ഷെ എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റാർ, നക്ഷത്രമായിട്ട് എസ്തേർ മാറുകയാണ്. രാജധാനിയിൽ രാജാവിനെ കൊല്ലാനായിട്ട് പദ്ധതിയിട്ട 2 ഷണ്ടന്മാരുണ്ട്. അവരുടെ പേര് ബിഗ്താൻ ആൻഡ് തെരേഷ്. എസ്തേറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരറിയാമോ? അന്തപുര പാലകൻ ഹെഗായി. ഹെഗായി എന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹേഗായി എന്നാണ്. എസ്തേറിന്റെ ഫാദറിന്റെ പേര് അബിഹൈൽ. ഇത്രയും കാര്യമേ ഉള്ളൂ എൻ്റെ പക്കലുള്ളത്. ഇതിങ്ങനെ കട്ട് ചെയ്ത പോർഷൻസാണ്. നിങ്ങൾക്കിത് മതിയായെന്ന് ഞാൻ കരുതുന്നു. മതിയായില്ലെങ്കിൽ നിങ്ങൾ എബിഎച്ചിനോട് തന്നെ ചോദിക്കണം എന്തിനാണ് വിളിച്ചത്. ഇങ്ങനത്തെ ഈ വൺ വേർഡ് ആൻസേഴ്സ് ഒത്തിരി ചോദിക്കും. അപ്പൊ ഈ നെയിംസ് ഒക്കെ ആയിരിക്കും അവിടെ അർത്ഥങ്ങൾ. വഷ്ടിയുടെ അർത്ഥം അറിയാം? വഷ്ടിയുടെ അർത്ഥം ഒരു മിനിറ്റ്. വഷ്ടിയുടെ അർത്ഥം എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, ഞാനത് കണ്ടുപിടിച്ചിട്ട് തരാം. നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പുറത്തുനിന്നുള്ളത് ചോദിക്കും അങ്ങനെ ഈ നമ്പർ അർത്ഥം അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ബുക്കിലുണ്ടല്ലേ മിക്കവാറും ചോദിക്കത്തുള്ളൂ. തിരുമേനി ഇപ്രാവശ്യം എല്ലാരും ബൈബിള് വായിച്ചോണം, ബൈബിളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. ബൈബിളിൽ നിന്ന് ചോദിക്കുമ്പം നെയിംസിന്റെ അർത്ഥം ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ എസ്തേർ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബുക്കില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ബൈബിളിലുണ്ടെങ്കിൽ ചിലപ്പം തിരുമേനി വളരെ സമയ ചുരുക്കത്തില എഴുതിയത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ബൈബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും വരാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ബൈബിൾ വായിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം പ്രത്യേകിച്ച്. അപ്പം ആ ബൈബിളില് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് അതിലേക്ക് വരാത്തത്. അതിന്റെ പോർഷൻസ് വളരെ ലിമിറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് 2, 3, 4 ചാപ്റ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അതിൽ എസ്തേർ എങ്ങനെയാണ് സ്ത്രീയുടെ വിമോചക അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്ത് നിന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യം, ഒരു ഇത് വരാം.
നമ്മുടെ മെയിനായിട്ട് റൈറ്റ് എസ്എ പോലെ ഉണ്ടാവില്ല. എസ്എ പോലെയുള്ളതിനകത്ത് ആ ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഇന്ന് കൊടുത്തിരിക്കുന്നതിനകത്ത് 9-ാമത്തെ അധ്യായത്തില് സാമൂഹിക നീതിക്കായിട്ടുള്ള പോരാട്ടം എന്നും പറഞ്ഞൊരു 5-ാമത്തെ ഒരു പോയിന്റ് ഉണ്ട് 41 ഇതില്. അതിൽ ചിലപ്പോൾ എസ്തേറിന്റെ ഒരു റോൾ എന്താണ് എന്ന് വേണേൽ ചോദിക്കാം. സാമൂഹ്യ നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ എസ്തേറിന്റെ റോള് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ആ ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ അതില് സ്വാഭാവികമായിട്ടും എസ്തേർ ആരാണ് എന്താണെന്ന് പറഞ്ഞിട്ട് വേണം. ഈ എസ്സേസ് ഒക്കെ എഴുതുന്നത് എങ്ങനെയാണെന്ന് വിവേചനോടൊക്കെ ചോദിച്ചാൽ മതി. അവർ ഈ ചോദ്യത്തിനൊക്കെ നല്ലപോലെ തള്ളുക എന്ന് പറയും പിള്ളേരുടെ ഭാഷയിൽ. നമ്മളൊരു ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിനകത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. ഇത് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു എക്സാം ഓറിയന്റഡ് പോർഷൻ വ്യൂവിൽ പറയുകയാണെങ്കിൽ ഈ കുറെ ഭാഗങ്ങൾ വായിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഓരോന്നിനെ പറ്റി 1-2 പോയിന്റ്സ് എഴുതിയിടുക. ഇനിയിപ്പോൾ എന്ത് എസ്തേറിനെ പറ്റി ചോദിച്ചാലും നിങ്ങൾ മറന്നു പോകേണ്ടാത്ത ഒരു ഭാഗമാണ് 4-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. അറ്റ് എനി കോസ്റ്റ്, അത് ഒരു കാരണവശാലും ഒരു എസ്സേ വന്നാൽ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. കാരണം ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അവിടെ ഈ സാമൂഹ്യ നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ എസ്തേർ ആരാണെന്ന് നമ്മൾ എഴുതി. അതിനുശേഷം ആരാണെന്ന് എഴുതുമ്പോൾ അപ്പൻ്റെ പേരും മൊർദെഖായിയുടെ കാര്യവും നമ്മൾ എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു 1-3-4 സെന്റൻസസ് ആവും. അതിനുശേഷം അവരെടുത്ത തീരുമാനം, അതാണ് 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അപ്പൊ അതിന് പറയാനുള്ള പശ്ചാത്തലം, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് എഴുതണം. ഹാമാനും അതിന്റെ പ്ലോട്ടും ഹാമാൻ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ഒരു പ്ലോട്ട്, ആ പ്ലോട്ട് എവിടെയാണ് അത് പറയുന്നത്, അതിനെപ്പറ്റി വരുന്നത്, ആ വേദഭാഗം കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. അതിനുശേഷം ആ പ്ലോട്ട് മൊർദെഖായി വന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരെയും രക്ഷിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കും. അതിനുശേഷം 5-6 അധ്യായങ്ങളിലാണ്, 5-ാമത്തെ അധ്യായത്തിലാണ് പ്രധാനമായിട്ട് എസ്തേർ രാജാവിനെ 2 പ്രാവശ്യം വിരുന്നിന് ക്ഷണിക്കുന്നു. 2-ാമത്തെ വിരുന്നിലാണ് രാജാവിനോട് തൻ്റെ കാര്യം പറഞ്ഞ് തൻ്റെ ആളുകളെ രക്ഷിക്കുന്നത്. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഹാമാനെ എഗനസ്റ്റായിട്ട് ഞങ്ങൾക്കെതിരെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥന ശക്തി, അതതിൻ്റെ അവസാനം എഴുതേണ്ട ഒരു കാര്യമാണ്. ഇതല്ലാതെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ വീക്ഷണത്തിൽ വേണേൽ ചോദിക്കാം. ഇമ്പോർട്ടൻസ് ഫ്രം ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തിരുമേനി യോഹന്നായുടെയും ദാനിയേലിന്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. ഉപവാസത്തെ പറ്റി ഒരു ചോദ്യം എന്താണെങ്കിലും ഉണ്ടാകാനായിട്ടുള്ള മറ്റൊന്ന് ഡിവൈൻ കോളിംഗ്, ദൈവിക തെരഞ്ഞെടുപ്പിനെ പറ്റി എങ്ങനെ നമ്മൾ കാണുന്നു, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങളാരും രാജ്ഞിയല്ല, നിങ്ങളാരും രാജാവല്ല എന്നൊരു ധാരണയുണ്ട്. നിങ്ങൾ കിരീടവാഴിൽ രാജ്ഞിയായിട്ടാണല്ലോ നമ്മളെ സങ്കല്പിച്ച് നിർത്തുന്നതെന്നൊക്കെ പറയുന്നതാണ്. ആകണമെന്നൊന്നുമില്ല. പക്ഷെ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഈ ഡിവൈൻ കോളിംഗ് എന്ന് പറയുന്നത്? അപ്പം നമ്മൾ എത്തിച്ചേരുന്ന പൊസിഷൻസ്, നിങ്ങൾ അമ്മയാകാം, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഫീൽഡിലും അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും ലൈഫിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിവൈൻ കോളിങ്ങിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. യു ആർ കോൾഡ് ടു ബി പാർട്ട് ഓഫ് സംതിങ്. അതാണ് എപ്പോഴും ചെയ്യുന്നത്. യു ആർ കോൾഡ് ഫോർ എ പർപ്പസ്. യു ആർ കോൾഡ് ഫോർ എ പർപ്പസ്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കുന്നതോ ചുമ്മാതാണെന്ന് ആരും ധരിക്കരുത്. മനസ്സിലായില്ലേ? ഓസ്ട്രേലിയൻ ഡോളറിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ദൈവമായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത്. അതല്ല, ദർ ഇസ് എ പർപ്പസ്. ആ പർപ്പസ് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ പർപ്പസിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പം അതാണ് തിരുമേനി ഈ ഏറ്റവും 4-ാം അധ്യായത്തിൽ കാണുന്ന ഒരു ഭാഗത്തെപ്പറ്റി നമുക്ക് ഓരോരുത്തർക്കും ദൈവികമായ തിരഞ്ഞെടുപ്പ് ലഭിച്ചിരിക്കുന്നു. 1 പത്രോസ് 2:9-10. അപ്പൊ ആ വാക്കും നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ അത്
ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുമേനി 1 പത്രോസ് 2:9 മുതൽ 10 വരെയുള്ള ഭാഗത്ത് പറയുന്നത്, തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ. അപ്പം നമുക്ക് അതുള്ളത് കൊണ്ടാണ് നമുക്കത് കിട്ടി, നമ്മളൊരു പൊസിഷനിലെത്തി. സോ ആ പൊസിഷൻ നമ്മൾ എൻജോയ് ചെയ്യുന്നതെല്ലാം ബാക്കിയുള്ളവർക്കും കിട്ടണം എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ പ്രൈഡിനെ പറ്റിയാകാം, നമ്മുടെ അഹങ്കാരം എങ്ങനെയാകാം, അല്ലെങ്കിൽ ഒരു ജീവിതയാത്രയിൽ നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ പദവികൾ നമ്മളെ എങ്ങനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് വേണമെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാം. പൂരീം പെരുന്നാളിൻ്റെ ഒരു പശ്ചാത്തലം ചോദിക്കാം, പെരുന്നാളിനെ പറ്റി ചോദിക്കാം. അതൊക്കെ അടുത്ത ഇതിലാണ് വരുന്നതെങ്കിലും ആ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഏതാണോ ലോട്ടിടുന്നതാണ് അതിൻ്റെ അർത്ഥമെങ്കിലും, രണ്ടാമത് അത് ആ കഴുമരം താഴെ വീഴുന്നതിൻ്റെ, അതിൽ ഹാമാൻ ഇല്ലാതാകുന്നതിൻ്റെയും ഉത്സവമായിട്ട് അത് മാറും. ഓക്കെ. ഡിവൈൻ കോളിങ്ങിനകത്ത് റൂത്തിന്റെയും എസ്തറിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നമ്മള്? നിങ്ങൾ ഈ ചോദ്യം എഴുതുമ്പം ഇന്റർകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പക്ഷെ ഇപ്പൊ എസ്തറിനെ പറ്റി ചോദിക്കുന്നെങ്കിൽ മറ്റേ പശുവിനെ പറ്റി എഴുതുമ്പോൾ കയറ് വഴി തെങ്ങ് വഴി കയറി പോകരുത്. റൂത്തിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ മാത്രമേ ചെയ്യാവൂ. യൂസ് ചെയ്യും. ഫിൽ ദ ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ റൂത്തിനെ ഉപയോഗിക്കാം. റൂത്തിന്റെ കോളിംഗ്, ഡിവൈൻ കോളിങ്ങിനെ പറ്റി നമുക്ക് എടുക്കാം. പക്ഷെ അത് പറയുമ്പോൾ റൂത്തിലേക്ക് മൊത്തം പോകരുത്, അത് മാത്രം ശ്രദ്ധിക്കുക. ഇവര് രണ്ടുപേരുടെയും നിങ്ങൾ കണക്ട് ചെയ്ത് വേണം എപ്പോഴും ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ. രൂത്ത് എന്താ പറയേണ്ടത്, ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റിലാണ് വരുന്നത്. പക്ഷെ റൂത്ത് വരുന്നതും റൂത്ത് എടുക്കുന്നതുമായ ഡിസിഷൻ രണ്ടുപേരും ഒരുപോലെയാണ്. ബോവാസിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു, രാജാവിന്റെ അടുക്കിലേക്ക് ഒരാൾ ചെല്ലുന്നു. അറ്റ് ദ എൻഡ് മുൻപോട്ടുള്ള കാര്യത്തിലാണ് ആര് രക്ഷപ്പെടുന്നത്. അതായത് യേശുക്രിസ്തു വരെയുള്ള ഒരു വിമോചനത്തിന്റെ സൂചനയാണ്. വിമോചനം, ഗോയൽ എന്ന് പറയുന്ന ഒരു വിമോചനത്തിന്റെ സൂചനയാണ് രൂത്ത് നൽകുന്നത്. എസ്തേർ എന്ന് പറയുന്നത് എസ്തേറിന്റെ പുറകിൽ കിടക്കുന്ന മുഴുവൻ ആളുകളെയാണ് രക്ഷിക്കുന്നത്. നിങ്ങൾ മനസ്സിലായോ? എസ്തേറിന്റെ പുറകിലുള്ള ഒരു കൂട്ടം ആളുകളെയാണ് രക്ഷിക്കുന്നത്. വരാനിരിക്കുന്ന ആളുകൾ ഉണ്ടാകാം, പക്ഷെ അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പം ഇത് പറയുമ്പോൾ എഴുതുമ്പോഴും ഒക്കെ രൂത്തിനെ പറ്റി ചോദിക്കുമ്പോൾ എസ്തേറിനെ പറ്റി മാത്രം എഴുതാതെ, എസ്തേറിനെ പറ്റി പറയുമ്പോൾ രൂത്തിനെ പറ്റി മാത്രം എഴുതാതെ, പറയേണ്ടത് മാത്രം പിൻ പോയിന്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അച്ഛൻ ഇപ്പം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു ജസ്റ്റ് ഒരു തോട്ട് എനിക്ക് തോന്നിയതാണ്. അച്ഛൻ ആ ബോൾഡ്നെസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ അവിടെ നമുക്കൊരു കണക്ഷൻ വരുത്താലോ. റൂത്തിന്റെ ബോൾഡ്നെസ്, like she went to a different region which is and then she took the bold decision to go and work in a place that she did not know. യെസ്. പക്ഷെ അവിടെ ബോൾഡ്നെസ്സിന് കരുത്തായി തീരുന്നത് മറ്റൊരു സ്ത്രീയാണ്. അപ്പൊ അത് അവിടെ പിൻ പോയിന്റ് ചെയ്യണം. കാരണം ഒന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോഴും അവളോട് പറഞ്ഞ് വീണ്ടും അതിൽ ബോൾഡായിട്ട് നിർത്തുന്ന ഒരു ക്യാരക്ടറാണ് നവോമി എന്ന് പറയുന്നത്. അപ്പൊ അത് കണക്ട് ചെയ്ത് നവോമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ അവിടെ വരെ എത്താൻ ശ്രമിക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള ക്യാരക്ടർ എസ്തേർ തന്നെയാണ്. അതിന്റെ പിൻപോയിന്റ്. കാരണം അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. കാരണം ഈ സെയിം പ്രശ്നമായിരുന്നു വസ്തി രാജ്ഞിക്ക് ഉണ്ടായത്. കാരണം രാജകൽപ്പനയ്ക്ക് ധിക്കാരം. രാജകൽപ്പന ഓൾറെഡി അവിടെ ഉണ്ട്. വിത്തൗട്ട് പെർമിഷൻ നോ വൺ ക്യാൻ എൻ്റർ ഇൻ ടു ദ ചേംബർ. അപ്പോൾ വിത്തൗട്ട് പെർമിഷൻ ഒരാൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളൊന്നും അല്ല രാജ്ഞിയാകാനായിട്ട് അവിടെ കിടക്കുന്നത്. ഇഷ്ടംപോലെ ആളുകളാണ്. അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി അവിടെ ചെല്ലാണ്. അവൾക്ക് അപ്പനില്ല, അമ്മയില്ല. അത്രമാത്രം വളണറബിൾ സിറ്റുവേഷൻ ആണെന്ന് അർത്ഥമാക്കും. സിറ്റുവേഷനിലാണ് അവൾ ചെയ്യുന്നത്. റൂത്ത് ഓഫ് കോഴ്സ് ഒരു എന്താ പറയേണ്ടത്, ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണെന്ന് നമുക്ക് പറയാം. പക്ഷെ
ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ് ആഫ്റ്റർ 10 years ആണ്. നിങ്ങൾ രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മറന്നു പോകരുത്. രൂത്തിൻ്റെ അവർ കല്യാണം കഴിച്ച ഉടനെ അടുത്ത ദിവസം എല്ലാം മരിച്ചു എന്നൊരു ധാരണയിലാണ് നമ്മളെപ്പോഴും വായിച്ചു പോകുന്നത്. കല്യാണം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് അവർ പിന്നീട് മുമ്പോട്ട് പോകുമ്പോഴാണ്. നിങ്ങൾ പുസ്തകം വായിച്ചില്ലേ? വായിച്ചോ? പിന്നെ മുമ്പോട്ട് പോകുമ്പോഴാണ്. പക്ഷേ ദർ വാസ് എ ടൈം അവർക്ക് ഒന്ന് റീതിങ്ക് ചെയ്യാനൊക്കെ കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു രൂത്തിൻ്റെ പുസ്തകത്തിൽ ഇച്ചിരിയുടെ ബോൾഡായിട്ട് നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. കാരണം രണ്ടുപേര് ഒരു ഭർത്താവ് പോയി, മക്കൾ രണ്ടും പോയി, ആരും ഇല്ല, തിരിച്ചങ്ങോട്ട് ചെല്ലാൻ ആരും ആഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹിക്കാത്തരത്തൊരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചില്ല എന്ന് പറയുന്നത് അതും എൻ്റർലി ഡിഫറെൻറ്റ് കൾച്ചർ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചർ. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പറയുന്ന പോലെ രൂത്തിൻ്റെ പേര് ചേർക്കുമ്പോൾ തൊട്ടു മുമ്പിൽ രാഹാബിൻ്റെ പേരുണ്ട്. രാഹാബ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. രാഹാബ് ബോവാസിൻ്റെ ആരാ? അമ്മയാണ്, മറന്നു പോരുത്. ബോവാസിൻ്റെ അമ്മയും ഭാര്യയും ഡിഫറെൻറ്റ് റിലീജിയൻ, ഡിഫറെൻറ്റ് കൾച്ചറൊക്കെയാണ്. ഇതൊന്നും പറഞ്ഞിട്ട് പിള്ളേരെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കരുത്. their faith is എന്താ പറയുന്നത് എക്സ്ട്രീംലി എന്താ പറയുന്നത് ഒരു നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്തൊരു ജൂവിഷാണ്. ജൂവിഷ് പാരമ്പര്യത്തിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എനിവേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അത്രയും പോർഷൻസ് വളരെ ഇതായിട്ടുള്ളത് കൊണ്ടും എനിക്ക് അത്രയും ഒരു ഇതായിട്ട് തോന്നുന്നില്ല. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നോ പറയുന്നതെന്നോ എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിവേചന മെസ്സേജ് ഇടുക. അച്ഛൻ അത് എനിക്ക് ഫോർവേഡ് ചെയ്യുക. ഞാൻ വിചാരിക്കുന്നു എനിക്ക് ടൈം കിട്ടുമ്പോൾ അനുസരിച്ച് ഞാൻ ചെയ്തു തരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഇതിനകത്ത് ഇത്രയും സമയം മെനക്കെടുത്തി അവിടെയൊക്കെ ആയിരിക്കുമ്പോൾ ഇത് ചെയ്യാൻ കാണിക്കുന്ന ഈ ഒരു താല്പര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് നിസ്സാരമല്ല, എനിക്കറിയാം. വളരെ എഫേർട്ട് എടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓസ്ട്രേലിയയിലും എൻ്റെ ബ്രദർ ഇൻ ലോ സിഡ്നി പള്ളിയിലുണ്ട്. ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ നിന്ന് ഒത്തിരി പേര് ഓസ്ട്രേലിയയിലുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. സിഡ്നി, മെൽബൺ, ഇവിടെ എല്ലാം ഉണ്ട്. എനിവേ എൻ്റെ കസിൻസ് കുറേ പേരൊക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് നന്മകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. Thank you very much. Shiny and St. George Indian Orthodox Church, Melbourne. Shiny അച്ഛനെ ഫോർമലി thank you very much. കേൾക്കുന്നില്ല അച്ഛൻ, ഉറക്കെ പറയാമോ? അച്ഛൻ ഷൈനി തോമസ് ഫ്രം സെയിന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് മെൽബൺ. അച്ഛൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് പറയാം. ഓക്കെ. ഹലോ, കേൾക്കാമോ? യെസ്. എത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മർത്തമറിയ സമാജാംഗങ്ങളെ ഏവർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്ദി പറച്ചിലാണ്. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അതിനുശേഷം നമ്മുടെ ഗസ്റ്റായ സ്പീക്കർ അച്ഛൻ ഫെലിക്സ് അച്ഛൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടിയിട്ട് ഈ 1 മണിക്കൂറോളം ചെലവഴിച്ചതിനായിട്ട് ഞാൻ അച്ഛനോട് നന്ദി പറയുകയാണ്. അച്ഛൻ പേഴ്സണലി അറിയത്തില്ലെങ്കിലും എബി അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ ബെർലിൻ എന്ന സ്ഥലത്ത് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നു. അച്ഛനായിരിക്കുന്ന ഇടങ്ങളിൽ അനേകായിരങ്ങൾക്ക് ദൈവത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുവാനും അനേകായിരങ്ങൾക്ക് വലിയൊരു താങ്ങും തണലും സാന്ത്വനവുമായി തീരുവാനായിട്ട് അച്ഛൻ്റെ ഈ സേവനം അനേകായിരങ്ങൾക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്, ദൈവിക വിളിയാണ് നമ്മൾക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിശ്വാസത്തിൽ അവരെ ഏവരെയും വളർത്തിക്കൊണ്ട് വരുവാനും ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവരെയൊക്കെ നമുക്ക് മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിനായിട്ട് മർത്തമറിയ റീജിയണൽ ഭാരവാഹികളോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. അതേപോലെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച് 25 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും വിലയേറിയ സമയം കണ്ടെത്തിയാണ് ഈ ഒരു മീറ്റിങ്ങിലും ഈ ഒരു ക്ലാസ്സിലും അവരെല്ലാവരും സംബന്ധിച്ചിരിക്കുന്ന. അതിനായിട്ട് ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ ഓരോരുത്തരും കാണുവോളം ദൈവം തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.
ബഹുമാനപ്പെട്ട അച്ഛ, പ്രിയമുള്ള മർത്തമ സമാജ അംഗങ്ങളെ, അച്ഛൻ എൻ്റെ അധ്യാപകനാണെന്ന് പറഞ്ഞു. പഴയ സെമിനാരി, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയത്ത്, പഴയ നിയമമാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. സെമിനാരിയിലെ 4 വർഷം പഠിപ്പിച്ചു. അച്ഛൻ്റെ വിലയേറിയ ക്ലാസ് ആണ്. അത് നമുക്കൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ക്ലാസ് എടുത്തതിൽ അച്ഛന് ഔദ്യോഗികമായിട്ട് നന്ദി പറഞ്ഞു. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനുള്ളിടത്ത്, അച്ഛനായിരിക്കുന്നിടത്ത് അനേകം നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ വചനത്തിലൂടെ ലഭിക്കുവാൻ ഇടയായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് നമുക്ക് തിരിയാം. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹകരമായ ദിവസത്തിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങൾക്കിങ്ങനെ കൂടി വരുവാൻ തക്കണിടയ കൃപകളെ ഓർക്കുന്നു. നിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന കൃപകളെ ഓർക്കുന്നു. ദൈവമേ, നിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തിരുസനിൽ സമർപ്പിക്കുന്നു. രൂത്തിനെയും എസ്തറിനെയും പോലെയൊക്കെ ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രകളിലൊക്കെയും നിന്നോട് ചേർന്ന് തന്നെ ഞങ്ങൾക്ക് നിൽക്കുവാൻ തക്കണം ഇടയാകണമേ. പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലുമൊക്കെ നിന്നെ മറന്നു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തലമുറകളെയും തിരുസനിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാരെ ഒക്കെ തിരുസനിൽ സമർപ്പിക്കുന്നു. നാഥ, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ പഠന പരമ്പരയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. അനുഗ്രഹകരമായി ദൈവമേ നിന്റെ വചനങ്ങൾ പഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കുവാനും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. ജോലി കാര്യങ്ങളിൽ, ഭവനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂട്ടായിരിക്കണമേ. അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ വാങ്ങിപ്പോയ ഊഷ്ലിംഗ ഭവനങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും ശുശ്രൂഷയ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ഓക്കെ അച്ഛാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്. വസ്തി എന്നുള്ള പേരിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ്. ഓക്കെ, ഞാൻ മറന്നുപോയി. താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു ബൈ ബൈ. എല്ലാവരെയും കണ്ട് സന്തോഷം. ഓക്കെ അച്ഛൻ, ഒരിക്കൽ കൂടി ഓക്കെ bye. ബൈ അച്ഛാ. Good night. ഗുഡ് നൈറ്റ്. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം.